പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിതാ ഇന്നും ടോപ്പ് സിംഗറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡായിട്ട് എത്തിയിരിക്കുകയാണ്. മിനുട്ടി, എന്തോ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പ് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം അല്ലേ? നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം എംജി സാർ. റിമു സ്വാഗതം. മധുചേട്ടാ വെൽക്കം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കാം. നമ്മൾ ആദ്യത്തെ പെർഫോമറെ വിളിക്കാൻ പോവാണ്. നമുക്ക് സൂര്യകുട്ടിയെ വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം സൂര്യ ഗായത്രി ഓൺ സ്റ്റേജ്. സൂര്യ, സൂപ്പർ ഡ്രസ്. താങ്ക് യു സർ. എനിക്ക് വെള്ള കളർ എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ അതില് ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ പറയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു. മക്കളെ സുഖാണല്ലോ? ഏത് പാട്ടാ പാടുന്നേ? ഏതോ വാർമോകിലി. ഓ, മ്യൂസിക് ഹൗസ് എപ്പച്ചൻ സാർ. അറിയാം അറിയാം അറിയാം. ലിറിക്സ് കൈതപ്രം സാർ. അതും അറിയാം. സിനിമ പൂക്കാലം വരവായി. പൂക്കാലം വരവായി. ഇയർ 1991. പാടിയത് ചിത്ര ആന്റി. ഇത് വേണുവെങ്കിലും പാടിയിട്ടുണ്ട്. ജി വേണുഗോപാലൻ. ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ. നല്ല രസമാണ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Yeah.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൂര്യക്കുട്ടി, എന്തോ ഞാനിങ്ങനെ ഓരോ വരികൾ കഴിയുന്തോറും അത് വരുമോ മോക്ക്? അപ്പൊ അത് വന്നു ആ സംഗതി. ആ. അത് കഴിഞ്ഞ് പിന്നെ നീയുലാവുമ്പോൾ ആ. അവിടെ അത് ആ സംഗതി വരുമോ? ആ. അതും വന്നു. അപ്പൊ എന്തായാലും ലാസ്റ്റിൽ ഒരെണ്ണം ഉണ്ടല്ലോ, ആ. ഏനാരിനെ, അത് വരുമോ? അതെങ്ങനെ വരും എന്ന് നോക്കിയപ്പോ അത് ഇതിനെക്കാട്ടിലും ഒക്കെ ഗംഭീരമായിട്ട് അതും വന്നു. താങ്ക് യു അപ്പൊ ഞങ്ങൾ എന്നിട്ട് പോവില്ലേ? എന്തായാലും കുറച്ചൊക്കെ ശക്തി പുഷ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ആ, പക്ഷെ ഇനിയും വേണം കേട്ടോ. ഇത് വളരെ നന്നായിട്ട് പാടി. എനിക്ക് അങ്ങനെ ഒരു തെറ്റും പറയാൻ തോന്നുന്നില്ല. കുറച്ചുകൂടി ശക്തി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ള അല്ലാതെ ഇപ്പം വളരെ നന്നായിട്ടുണ്ട്. ഇഫ് യു ആർ മോർ പവർഫുൾ യു വിൽ ഗെറ്റ് മോഡുലേഷൻസ്, അത്രേ ഉള്ളൂ. അതായത് എന്താണ് പറയുന്നത്, നമുക്ക് ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ച് ജാനകി അമ്മ പാടുമ്പോൾ ഉള്ള ഡൈനാമിക്സ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ കുറെ ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും നല്ല ശക്തി ഉണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് കുറയ്ക്കാം, കൂട്ടാം. മോക്കുള്ള ശബ്ദം വെച്ചിട്ട് മോള് ഓണം പോലെ അസലായിട്ട് പാടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാട്ട്. ഔസേപ്പൻ അണ്ണാച്ചിയുടെ ഒന്നും പറയാനില്ല. അടിപൊളി. റിമു, എല്ലാവരുടെയും എക്കാലത്തെ എനിക്കൊന്ന് ഇപ്പൊ വന്ന തലമുറയിലെ അല്ലെ കുറച്ച് പാട്ട് അറിയാവുന്നതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു പാട്ടാണിത്. അത്രയ്ക്ക് എല്ലാവരുടെ ഫേവറേറ്റാ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ സംഗതി എല്ലാവർക്കും ബൈഹാർട്ടാണ്. അതാണ് ഇത്ര രസമായിട്ട് നീ പാടിയേണ്ടത്. നമ്മൾ ഇത്ര അപ്രീഷിയേറ്റ് ചെയ്ത് കേട്ടോ. കാരണം നല്ല ടഫാണ് അതിന്റെ അമൃതികാനായി വീണ്ടും, അതൊക്കെ നല്ല രസമായിട്ട് വന്നു. മണിമണി പോലെ വന്നു. നീ ഉലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, അതൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇതാരീ പാടുന്നത്? എന്താ സംഭവിച്ചു 2-3 ദിവസത്തിനുള്ളില്? അതെ, എന്താ കഴിച്ചെന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കഴിച്ചോ? അമ്മയോട് ചോദിക്കാം. അമ്മയുടെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ എണീറ്റ് നിന്നപ്പോഴോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴോ ഒരു ഭാവം. ഫുഡ് നന്നായിട്ട് അന്ന് സാർ പറഞ്ഞതിന് ശേഷം സീരിയസ് ആയിട്ട് എടുത്തായിരുന്നു സൂര്യ. അപ്പൊ ഇന്നലെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇന്നലെ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ക്ഷീണമൊക്കെ മാറി. ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പഠിക്കാനുള്ള ഒരു എനർജി ഒക്കെ കിട്ടി. അപ്പൊ നമുക്ക് ആരോഗ്യത്തിന് ഫുഡ് കഴിക്കണം കേട്ടോ. എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് 36 പെറോട്ട എടുത്ത് കഴിച്ചു. അതെ, പിന്നെ അങ്ങോട്ട് ഇത്. അപ്പൊ ഇതാര് പറഞ്ഞു? ഇപ്പൊ ഫ്ലവേഴ്സില് തെളിവുണ്ട് എന്റെ അടുത്ത്. അല്ലെ, എന്തായാലും ഒരു മാറ്റം ഉണ്ടല്ലോ. അതെ, ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഒരു ഉണർവ് കിട്ടി കുട്ടിക്ക്. എന്ന് പറഞ്ഞ് ഓവറായിട്ട് കഴിക്കണ്ട, ഇങ്ങനെ തന്നെ കഴിച്ച് പതുക്കെ 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 നമുക്ക് നല്ല ശക്തിപ്പെടുത്തണം, അത്രേ ഉള്ളൂ. മോളെ സൂപ്പർ ആയിരുന്നു കേട്ടാ. ഇനി അങ്ങോട്ട് മിടുക്കിയായിട്ട് പാടണം കേട്ടോ ഇതേപോലെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മതിച്ചേട്ടാ. സൂര്യകുട്ടി, എന്തോ ഈ കുഞ്ഞു പ്രായത്തില് ഈ പാട്ട് ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അതിലുള്ള ശ്രീരാഗത്തിലുള്ള ചില സംഗതികൾ, ചില ഭാവം, അതൊക്കെ എങ്ങനെ വരുത്താന്ന് പറഞ്ഞാൽ ശ്രീകുട്ടങ്ങൾ പറഞ്ഞില്ലേ, അതാണ്. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അത് കറക്റ്റ് ആകുമോ പക്ഷെ മോളത് കറക്റ്റ് ആയിട്ട് പാടി കേട്ടോ. എനിക്ക് ഒരേ ഒരു കാര്യം, ചില ലാൻഡിങ് നോട്ട്സ് അത് കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്ത് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യണം ചില ഭാഗങ്ങൾ. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. നന്നായിട്ട് വന്നു പാടിയത് കേട്ടോ. ഉഗ്രനായിട്ട് പാടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മോൾക്ക് ഇന്ന് ഞങ്ങളെല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായതുകൊണ്ടല്ലേ? ആ സന്തോഷത്തിൽ മോൾക്കൊരു പാട്ട്, ഞാനും ശ്രീകുട്ടനങ്ങളെല്ലാവരും ചേർന്ന്. കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനമിൻ കൂടെവിടെ, എന്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂനുള്ളാൻ മാറത്തെ ചൂടേക്കാൻ. കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനമിൻ കൂടെവിടെ. അപ്പൊ സൂര്യമോളെ, വിത്ത് പ്രൗഡ് വി ആർ ഗിവിംഗ് യു 100 out of 100. എന്റെ പൊന്നേ, ഈ സന്തോഷം പോരാ. ചാട്ടമെങ്കിലും ചാടണം അവിടുന്ന്. ആദ്യ ഒരു സൂര്യപ്പുകുറ്റി. ഇത്രയുള്ള സന്തോഷം വരുന്നുള്ളൂ. ചിലവരുടെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് ഭയങ്കര ഒരു comeback ആയിരുന്നു അല്ലേ? ഒരു ലുക്ക് ഉണ്ടായിരുന്നു. 100 out of 100 എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് അമ്മേ? അല്ല, അമ്മയുടെ ആ ശാലീനതയും ഐശ്വര്യവും ആ ഒരു വിനയവും ഒക്കെ കിട്ടിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യാനാ? അതെ,
അപ്പൊ പോയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഓക്കെ ഓക്കെ, അടുത്ത പാട്ട് പാടാനുള്ള എനർജി ഉണ്ടാക്കി. അതെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫുഡ് കഴിക്കുക, ഉറങ്ങുക എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പണ്ട് ഞാനും പ്രിയനും ഒക്കെ ഞങ്ങൾ താമസിക്കുന്ന തൈക്കാട് വീട്ടിനടുത്താ. ആ. അവിടെ റെസിഡൻസി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, റെസിഡൻസി. അതിനകത്താണ് കൊട്ടാരമൊക്കെ ഉള്ളത്. ആ. ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കും. അപ്പൊ അവിടെ ഈ കപ്പ ഇഷ്ടംപോലെ നട്ടു വയ്ക്കും അവര്. ആ. അപ്പൊ പ്രിയന്റെ അവിടുന്ന് അല്ലെങ്കിൽ എന്റെ അവിടുന്നാണെങ്കിൽ അവിടുന്ന്, ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന്. ആ. ഞങ്ങൾ മതിലിയാട്ടം വളരെ ഈസിയാണ് ഞാൻ, വളരെ ഈസി. അന്നത്തെ കാലത്ത് അന്ന് ഇന്ന് മതിലിനെ തൊടാനേ പറ്റും, ചാടാൻ പറ്റില്ല. അന്ന് 3 കാല് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ സംഭവമാണേലും ചാടും. ചാടും. ചാടി പ്രിയന് അവിടുന്ന് ചാടി, ഞാൻ ഇവിടുന്നും ചാടി വന്നിട്ട് കപ്പ മൂട്ടി. ആ. കപ്പ മൂട്ടിച്ച് അതും ഇളം കപ്പ എടുക്കത്തുള്ളൂ. ഈ വലിയ ഇത്രയുള്ളതൊന്നുമില്ല, ആ, ചെറിയ. ഇത്രയുള്ള ചെറിയ കടിച്ചാൽ ഞാൻ എന്തൊരു സുഖമായിരിക്കും അറിയോ. അത് കൊണ്ടുവന്നിട്ട് നല്ല മുളകും ആ. ഉപ്പും എന്തിനാ ഇങ്ങനെ ചിലപ്പോ ഈ നമ്മളെ ഇതുണ്ടല്ലോ, ശിക്ഷിക്കുന്നെ? ഇതുണ്ടല്ലോ ഉള്ളി, കാന്താരിയോ? ചെറിയ ഉള്ളി പീച്ചും, ഇനി പീച്ചും. അതും കൂടി ഇങ്ങനെ ചതയ്ക്കും. ചതച്ചിട്ട് ചതച്ചിടും. ഞങ്ങള് വാശിക്ക് ഈ പച്ചക്കപ്പ ഇങ്ങനെ കടിച്ച് തിന്നും. അങ്ങനെ കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി. ആ. രാത്രിയായപ്പോ ഒരു വയറ്റുവേന ഉണ്ട്. പച്ചക്കപ്പയാണോ തിന്നേ? പച്ചക്കപ്പ അല്ലാതെ പിന്നെ ഞാൻ വിചാരിച്ചു പുഴുങ്ങി തിന്നതാണ്. പുഴുങ്ങാനൊന്നും നേരമില്ലെന്ന്, അത് മോട്ടിക്കുന്ന സാധനം. ഇനി പുഴുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഇത് നമ്മൾ വെച്ച് അടിച്ചിട്ട് ഇത് തിരിച്ച് സത്യം പറയാണ്. ആ. പ്രിയനെ കൂടെ ചേർത്താണല്ലോ ഞാൻ പറയുന്നത്. ആ. അങ്ങനെ അന്ന് തൈക്കാട്ട് ആശുപത്രി ഉണ്ട്. ആ. എന്നെ എന്റെ ചേട്ടനെടുത്ത് തോളത്ത് വെച്ചോണ്ട് അയ്യ അയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി. ഈ കൊണ്ടുപോകുമ്പോ ഒരൊറ്റ കാര്യമുള്ള അവിടെ ആ. എനിമ എന്ന് പറയും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അയ്യോ, അറിയാം. അപ്പൊ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ വയറ്റിൽ നിന്നെല്ലാം പോയിട്ട് നല്ല ആശ്വാസവും. ആ. അപ്പൊ ഞാൻ ഒരുവിധം ആശ്വാസമായിട്ട് കിടന്നപ്പോ വേറൊരാള് അയ്യോ അയ്യോ തൊട്ടപ്പുറത്ത് അവര് ശപിക്കുക. കാരണം രാത്രി 2:30 മണി ഇത് ഈ വെള്ളം കലക്കിക്കൊണ്ട് വരണമല്ലോ. അങ്ങനെ നിറച്ച് ആഹാരം കഴിച്ചാൽ അങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ. ഭക്ഷണം കഴിക്കും. മോഷ്ടിച്ച് തിന്നുമ്പോ സൂക്ഷിച്ചൊക്കെ തിന്നണം. മീനുട്ടി, എന്തോ നമുക്ക് ഇനി അടുത്ത ആളെ വിളിച്ചാലോ? വിളിക്കാലോ? നമുക്ക് ഇനി ഒരു ഫേവറേറ്റ് സോങ് റൗണ്ടിലായിരിക്കട്ടെ. ആയിക്കോട്ടെ. നമുക്ക് സ്വാഗതം ചെയ്യാം സെബക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ഹായ്. ഹായ്. ചന്ദ്രു, ഓ സെബാമൂൺ, നല്ല ഡ്രസ്സ്, നല്ല രസം. നല്ല എനിക്ക് ഭംഗി. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ ആ കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്ക് ഉം. ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്പ്ലാഷ് ചെയ്ത് നിൽക്കും. വൈറ്റിൽ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ. വൈറ്റില. കൈ കൊടുക്കും, കൈ കൊടുക്കും. ഞാൻ സുശാന്ത് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എത്ര ഒച്ച തന്നാലും ഇതൊന്നും മാറാൻ പോണില്ല കുട്ടികളെ. ഞാൻ ഇനി ഇതിനൊരു ഈ അസുഖത്തിന് മരുന്നില്ല. ഇല്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചത്, വർഷം ഒരുപാടായി. പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. കാരണം വരട്ടെ, ചിലര് വളരെ നല്ല മികച്ച അഭിപ്രായങ്ങൾ കിട്ടുമ്പോ പിന്നെ പ്രോത്സാഹനം കിട്ടുക. അതായത് 10 പേര് കുറ്റം പറഞ്ഞാലും ഒരാള് നല്ലത് പറഞ്ഞാൽ അങ്ങനെയല്ല. തുടരും. 10 പറയുന്നതിൽ ചിലപ്പോ 7 ചീഞ്ഞു പോയാൽ 3 നല്ലത് കിട്ടും. ആ നല്ലതിൽ ഒത്തിരി സന്തോഷം വരും. നമുക്ക് ഒരു മാസത്തിന് നമുക്ക് റെഡിയായി കൊടുക്കാം അല്ലേ? ഒരു 3-4 വെറൈറ്റി പഴയത് എന്നെടുത്ത് വെച്ചേര്. അങ്ങനെ റെഡിയാക്കാനാണ് ഞാൻ വരുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ വരുന്നുള്ളൂ. എന്നെ റെഡിയാക്കായിരിക്കും. ആ കൊച്ചിനെ റെഡിയാക്കാൻ നോക്ക്. മക്കളെ, ഏത് പാട്ടാ പാടുന്നത്? ചീരപ്പൂകൾക്ക് ഓ, കൊടുക്കുന്നു. ബ്യൂട്ടിഫുൾ. ക്യാഷ്. ക്യാഷ്. യെസ്. യാഷ് സിനിമ. ഓ, ധനം. അതെ. അപ്പൊ ഇതിനൊന്നും ഇല്ലേ ഈ ഒച്ച? അതൊക്കെ അവിടുന്ന് സ്പെഷ്യൽ ആയിട്ട് റിമി പറയുമ്പം ഓരോ താനെ വരും. അളവ് കണക്കിന് ഞങ്ങൾ വന്നോണ്ടിരിക്കും. പിന്നെ മ്യൂസിക് രവീന്ദ്ര രവിചേട്ടന്. പിന്നെ ലിറിക്സ് PK ഗോപി സർ. PK ഗോപി അസൽ റൈറ്റർ ആണ് കേട്ടോ. കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ വീട്. ഉഗ്രമായിട്ട് എഴുതും. പിന്നെ പാടിയത് ചിത്രമ്മ. ആ. സിനിമ ധനു. വർഷം 1991. ഇതിനകത്ത് ആനക്കെടുപ്പത് പൊന്നുണ്ടേ എന്നൊരു പാട്ടുണ്ട്. അതെ അതെ. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ഓ. ആയിരപ്പറ മുത്തുണ്ടേ. അത് മുരുകാലയ സ്റ്റുഡിയോയിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്. ആ. അത് മദ്രാസില്. ആ സമയത്ത് ഞാനൊക്കെ ഉണ്ടായിരുന്നു. അത് മോഹൻലാല്, മുരളി, അങ്ങനെയുള്ള വലിയ ഡാൻസ്. സിബി ആയിരുന്നു അതിന്റെ. ഉഗ്ര സിനിമ. ഓ, അതെ അതെ. ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. അവിടുന്ന് കഴിച്ച മസാല ദോശയും ബ്രേക്കിന് അവിടുന്ന് എനിമ വെക്കേണ്ടി വന്നോ? ഇല്ല. അതാണ് വിചാരിക്കുന്നത് വരും. അല്ല, അതൊരു
ഗദ്ഗതോ? സൂപ്പർ വളിപ്പാണ്. കാരണം മസാല ദോശ എന്ന് എനിമ വെച്ച് മസാല ആരെങ്കിലും ദോശ പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചീത്ത സാധനം കയറി ആ വരാം. ശരി ആയിക്കോട്ടെ. കോമഡി ആയിട്ട് അവിടെയൊക്കെ നല്ല ഫ്രഷ് മസാല ദോശ കിട്ടുള്ളൂ. മദ്രാസിലൊക്കെ നല്ല അടിപൊളിയാണ്. ഒരാളൊരു സഹപ്രവർത്തകൻ. ഇത് എവിടെങ്കിലും പോയിട്ട് ചീഞ്ഞ മസാല ദോശ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനല്ലേ മോളെ. അങ്ങനെ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ അങ്കിള് കണ്ടത് ഓർമ്മ വന്നു. അപ്പൊ അടിച്ചു പൊളിച്ച് പാടുക. ഓക്കെ, ഓക്കെ. നിങ്ങൾ പറയാനില്ലേ? ഞാൻ എന്റെ ഞാൻ ആ മസാല ദോശ പൊളിച്ചക്ക. ചേച്ചി ഓർത്ത് സ്വന്തം ചിരിക്കുക. അല്ല, മസാല ദോശ എനിമയൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. ഒരെണ്ണം വിജയിച്ചതിന്റെ സന്തോഷം. മീനുട്ടി ഒന്നും കേട്ടിട്ട് പോലും ഇല്ലെന്നുള്ളൂ എനിമാന്നുള്ളത്. ഇല്ല, അതാ എനിക്ക് അത്ര ചിരി വരാത്തത്. ഉടനെ തന്നെ അത് സംഭവിക്കട്ടെ. അനുഗ്രഹം വേണോ? പണ്ടായിരുന്നു ഇത്, ഇപ്പൊ എല്ലാം ഒത്തിരി മാറി. facility ഇപ്പൊ ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഇത് കൊണ്ടുപോവാണ്, നടക്കാനൊന്നും പറ്റില്ല. അപ്പം തെയ്യത്തോ തെയ്യത്തോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ കൊണ്ടുപോയാ പിന്നെ കൊണ്ടുപോകാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പം മോളെ, മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ഈ പടത്തിൽ ധനത്തില്. അതിൽ ഏറ്റവും നല്ല പാട്ടാണ് ഈ ചീരപ്പൂവുകൾക്ക്. ഇത് പാടുമ്പം മോള് റിലാക്സ്ഡ് ആയിട്ട് പാടണം. അത് എങ്ങനെങ്കിലും പാടി തീർത്തേച്ച് പോണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല, കയ്യിൽ നിൽക്കില്ല. ഓക്കെ, അതേപോലെ നമ്മൾ ആ ചാർമിള എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിനെയും പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന മുഖമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഡെഡിക്കേഷൻ ആവാം ചാർമിളയ്ക്ക് വേണ്ടി, അല്ലേ? ഓക്കെ, All the ഓൾ ദി best. ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ മൂൺ. താങ്ക് യു. ചീരപ്പൂകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ
നൈസ് മോളെ. സെബക്കുട്ടി എന്തോ അതിമനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഒരുപാട് ഭാഗങ്ങൾ 99% അതിഗംഭീരമായിട്ട് പാടി, നല്ല റിലാക്സ്ഡ് ആയിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ ആദ്യം മോളുടെ അടുത്ത് പറഞ്ഞതും അതാണ്, ഞാൻ ഉദ്ദേശിച്ചതാണ്. കാരണം നമ്മൾ വെപ്രാളം വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് കയ്യിൽ നിൽക്കത്തില്ല. കാരണം 1 2 3 1 2 3 1 2 3 ആ താളത്തിനകത്ത് ജിം ജിം താ ചക ജിം താ ജിം ജിം താ, അതിനകത്ത് ആ ഗ്രൂവിൽ നിൽക്കണം. അത് വലിയ പ്രയാസമാണ്. പല കുട്ടികൾ പാടുമ്പോഴും ഇത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടി ചാടി നിൽക്കും. അതിൽ തന്നെ നിൽക്കുന്നത്, പക്ഷേ ആ കറക്റ്റ് ഗ്രിഡിൽ നിൽക്കത്തില്ല. മോള് വൃത്തിയായിട്ട് പാടി കേട്ടോ. ഒരുപാട് സംഗതികൾ മനോഹരമായിരുന്നു. കുറച്ച് കണ്ണീരൊപ്പാമോ അവിടെ ഒരു സംഗതി, പിന്നെ തേക്കാൻ വാ, മുത്തശ്ശി അമ്മയെ കാണാൻ വാ, ഇതൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് ആ എൻ്റെ എല്ലാം അതിൻ്റെ അറ്റത്ത് കാണാൻ വാ, അതുപോലുള്ള ചെറിയ സംഗതി. ബാക്കി വലുത് പാടിയപ്പോഴത്തെ ഇത് പാടാൻ പറ്റും, പക്ഷെ ആ നിമിഷം മോക്ക് പാടാൻ പറ്റിയില്ല. പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന് സാധിച്ചില്ല. അതിപ്പോൾ എന്തോ ചെയ്യാനാ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. കാരണം ഒരു താങ്ക് യു സർ. അതിമനോഹരമായിട്ടുള്ളൊരു കമ്പോസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രവിചേട്ടൻ്റെ അതൊരു കാലഘട്ടമാണ്. കാരണം അതൊക്കെ അനുഭവിക്കാൻ സാധിച്ച ഒരു ഭാഗ്യവാനാണ് ഞാൻ എന്ന് പറയാം. കാരണം ഒരുപാട്, കാരണം തീർച്ചയായിട്ടും. രവിചേട്ടനുമായിട്ടുള്ള യാത്രകളും, കാരണം ഒരുപാട് ആൽബംസ്, കാരണം ഈ സിനിമ പാട്ട് മാത്രമല്ല, ഓണപ്പാട്ടുകൾ, അയ്യപ്പൻ പാട്ടുകൾ, പിന്നെ അങ്ങനെ ഒത്തിരി യാത്രകളും, പിന്നെ രവിചേട്ടൻ്റെ പ്രോഗ്രാംസിന്, രവിചേട്ടൻ നടത്തുന്ന പ്രോഗ്രാംസിന് പോയി പാടുന്നു. അങ്ങനെ കുറേ. പിന്നെ അദ്ദേഹം വീണ്ടും ട്രിവാൻഡ്രത്ത് താമസം മാറി വന്നു. ട്രിവാൻഡ്രത്തായിരുന്നു താമസിച്ച് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. അവിടുന്ന് പിന്നെ കരമന സൈഡിലോട്ട് വീട് മാറി. എങ്ങോട്ട് മാറിയാലും ഞാൻ പോവും. ഞാൻ അവിടെ ചെന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കും. ചേച്ചി നല്ല ബീഫ്, ഒരു രക്ഷയില്ല. ആ ബീഫ് ഒന്നൊന്നര ബീഫാ. അതൊക്കെ നല്ല രസമായിട്ട്, അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാണും. പിന്നെ അദ്ദേഹം ഇവിടെ എറണാകുളത്തോട്ട് വന്നു. പിന്നെ ലാസ്റ്റിൽ മദ്രാസിൽ പോയി. അങ്ങനെയാണ് ഒരു യാത്ര അദ്ദേഹത്തിൻ്റെ. സംഗീതത്തിലൂടെയും ജീവിതത്തിലൂടെയും ഒരുപാട് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ. മാത്രമല്ല സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിൽ ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. രവിചേട്ടന്, എൻ്റെ ചേട്ടന്, ദാസേട്ടന്, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, നെയ്യാറ്റിങ്കര മോഹനേന്ദ്രൻ സാറ്, ഒത്തിരി പേരുണ്ട്. ഒക്കെ ഒരുമിച്ച് സതീർത്ഥരായിരുന്നു. ഇവരൊക്കെ കൂടുന്ന എൻ്റെ വീട്ടിലെല്ലാവരും വന്നിട്ട് വൈകുന്നേരം വന്ന് പാടുന്നത്. ഞങ്ങളെ ഒരു കുഴിയിലുള്ള ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് 75 രൂപയായിരുന്നു വാടക. അവിടെ ആ കുഴിയിലുള്ള വീട്ടിൽ അവിടെ വന്നിരുന്നിട്ട് എല്ലാവരും പായൊക്കെ വിരിച്ചിട്ടിട്ട് തമ്പുരു ശ്രുതിയൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരും ഓരോ കീർത്തനം പാടിയിട്ട് അതൊക്കെ കേട്ടാ ഞാൻ വളർന്നത്. അന്ന് ഞാൻ വളരെ ചെറുതാണ്. കാരണം അവരും ഞാനുമായിട്ട് ഏകദേശം 23 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 24 വയസ്സിന്. ഈ പാട്ട് കേട്ടവർ രവിചേട്ടനെ ഓർത്തുകൊണ്ട് പറഞ്ഞ മോള് നന്നായിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ. സെബക്കുട്ടി എന്തോ അസലായിട്ട് പാടി താങ്ക് യു സർ. വളരെ നന്നായിട്ട് പാടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായി താങ്ക് യു സർ. കേട്ടോ. പിന്നെ കുറച്ച് ഹസ്കി ആയിട്ടുള്ള വോയിസ് ആണ്. കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കിയാൽ നല്ലതായിരിക്കും. ചില ഭാഗങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി പാടണം എന്ന് എനിക്ക് തോന്നി. ഫുള്ളായിട്ട് അങ്ങനെ ഹസ്കി ആവരുത് കേട്ടോ, ഒന്ന് ശരിയാക്കണം. ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ സീരിയസ് ഇഷ്യൂസ് ഒന്നും പാട്ട് സംഭവിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ അങ്കിൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് തെന്നലറിയാതെ, ആ ഫസ്റ്റ് പല്ലവിയിലെ തെന്നലറിയാതെ എങ്ങനെ പാടി, തിന്നലറിയാതെ. ആ സംഗതിക്കൊക്കെ ഇത്തിരി ക്ലാരിറ്റി വേണം കേട്ടാ. തെന്നലറിയാതെ തിന്നലറിയാതെ. ഇത്തിരി സ്പീഡ് കൂടുന്നുണ്ട്. അത് കൺട്രോൾ വരുത്തിയാൽ മതി സംഗതികൾ കേട്ടാ. ചില സമയത്തൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ വരുന്നുണ്ട് സംഗതി പാടുമ്പോൾ. അതൊന്ന് കൺട്രോൾ ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുന്നേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. റെമോ, സെബമോൻ കുട്ടി, എന്തോ എനിക്ക് ആ മേലെ വാരിത്തെ പൂവാലി പയ്യ്, മേലേ വാരത്തെ പൂവാലിപ്പയ്യ നക്കി തുടച്ചു മീനുക്കിയൊരുക്കണ കുട്ടിക്കുറുമ്പുകാരി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിന്ന് പറയാൻ വന്നതാ. നല്ല രസമുള്ള കുറെ പോർഷൻസ് ഉണ്ടായിരുന്നു. നല്ല കുനുകുനുകുനുകുനാന്ന് സംഗതി വരുന്ന ഒരു തൊണ്ടയാ. അതെ, മാഷോട് പറഞ്ഞ പോലെ അതിൽ നമുക്കൊരു വൈബ്രേഷൻ വരുത്താതെ കൺട്രോൾ ഉണ്ടാകുക. എല്ലാത്തിനും ഇപ്പം എന്താ പറയാ, നോട്ട്സ് അല്ലെ, അത് നോക്കിയുള്ള ഈ സംഗതികൾ നമ്മൾ പാടേണ്ടത്. ഈവൻ എനിക്കൊക്കെ ഉള്ള ഇതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പക്ഷെ നമുക്ക് നല്ല എത്ര ടഫായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ സംഗതി ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു തൊണ്ടയാ കേട്ടാ. താങ്ക് യു. അപ്പൊ നന്നായി പാടി, നല്ല സോഫ്റ്റ് ആയിട്ട്
ചേച്ചിയുടെ ഒരു വേർഷൻ വേറെ, മോളുടെ വേറൊരു വേർഷൻ. അതായത് നല്ല വേറൊരു ഇങ്ങനെ അസ്കി ആയിട്ട് ഇങ്ങനെ ഒഴുകി പോണ ഒരു പുഴ പോലെ രസം ഉണ്ടായിരുന്നു. മോളുടെ ഭംഗി പോലെ തന്നെ ഒരു ശാന്തശീലിയായി പാട്ടായിരുന്നു ഇത്. പിന്നെ കുറച്ചും കൂടി ഒന്ന് പ്ലസന്റ് ആയിട്ട് മുഖം അത് വെച്ച് പാടിയ വേണമെങ്കിൽ ആവാട്ടോ. കാരണം ഈ പാട്ടിൽ ഭയങ്കര സന്തോഷമാണ്. അതെ. ഒരു പശുക്കുട്ടീനെയൊക്കെ നോക്കി ആ നായക ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന തോട്ടത്തിലൂടെ ചെടികളൊക്കെ തൊടിയിലൂടെ ഇങ്ങനെ ഓടി നടക്കുക. പക്ഷെ ഇത്ര സങ്കടം വേണ്ട. റിമി ഒന്ന് പാടിക്കൊടുക്ക് 2 ലൈൻ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ അണ്ണാര കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാ പൂവിന്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ. ചിരിച്ചോണ്ട്. ചേച്ചി അല്ല ഞാൻ പറഞ്ഞത് ആ മുഖം പ്ലസന്റ് അപ്പൊ ആയിട്ട്. നമുക്ക് അറിയാണ്ട് പാട്ടിൽ ആ ഒരു സന്തോഷം വന്നോളൂ. ഓക്കെ, താങ്ക് യു മാം. So, we are giving you 99 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു PK ഗോപി പൂക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. സെവക്കുട്ടാ ഹാപ്പി ആയല്ലോ? ഹാപ്പി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you. അടുത്ത റൗണ്ടിൽ കാണാം. ബൈ. ടാറ്റാ. മിനുട്ടി, എന്തോ നമ്മൾ ഇനി ഒരു ക്യാരക്ടർ റൗണ്ടിലോട്ട് കിടക്കുകയാണ്. ആ. അപ്പൊ ജഡ്ജസ് ക്യാരക്ടർ റൗണ്ടിലാണ് ഇനി അടുത്ത ആളോട് പെർഫോം ചെയ്യാൻ വരുന്നത്. ഓക്കെ. ഇനി അവളുടെ വരവാണ്. പ്രിയ പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കാൻ കോലൊത്ത തമ്പുരാട്ടി ഇതാ വരുന്നു. എവിടെ ഞാൻ കാണിച്ചു തരാട്ടാ. വവ്വാലേ, പ്രഭുദേവ, എന്റെ ഇവിടെ കിടക്കുന്നത് പാട്ട് തുടങ്ങണേ, വാ എന്റെ കൂടെ. വാ, എന്റെ ഷൂട്ട് തുടങ്ങി. ബാക്കി എല്ലാവരും അവിടെ എത്തിയിരിക്കുക. എത്ര നേരമായി ഞാൻ പഠിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന്. കൊള്ളാലോ തമ്പുരാട്ടി കുട്ടി. നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്റെ പൊന്നു. ആ വരവ് കൊള്ളായിരുന്നല്ല, കൈ ഇങ്ങനെ വെച്ചിട്ട്. തമ്പുരാട്ടിയുടെ പേരെന്താ? ഏത് തമ്പുരാട്ടി. തമ്പുരാട്ടി ഏത് കോലത്തെയാ? കോലത്തിരി. കോലത്തിരിയാ? കോലോത്തിരി. കോലോത്തിരിയില അല്ലേ? ഓ, ഉറുമിത്തമ്പുരാട്ടിയാണോ ഇത്? കോലത്തിരി. ഉറുമിത്തമ്പുരാട്ടിയാണ്. ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറയൂ. പറയൂ. ഓ, തമ്പുരാട്ടിയുടെ ഒരു ഗതികേടെ. ഇത്രയും തലപ്പത്തിരുന്നിട്ടും ഡീറ്റെയിൽ പറയേണ്ടി വരും. മ്യൂസിക് ചെയ്തത് ദീപക് ദേവൻ. ഓക്കെ. എഴുതിയത് കൈതപ്രം സാർ. പാടിയത് മഞ്ജരി ആന്റി. സിനിമ ഉറുമി. വർഷം 2011. 2011. അപ്പൊ ഒരുപാട് പേരൊക്കെ കാണുമല്ലേ മോടെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ? കുതിരയൊക്കെ ഉണ്ടോ? കുതിര ഞാൻ സൗദിന്ന് കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേജില് കണ്ടിട്ടാ? സ്റ്റേജില് കുതിര വരുവോ? കുതിര ഇതാ ഇവിടെ ഒരു കുതിര. ചേടാ, ഇവിടെ ഒന്നിലും വീഴുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് കുതിര വേണ്ടല്ലേ? കുതിര വേണ്ട, പാട്ട് വേണം. മേടിച്ചുകൊണ്ട് എളുപ്പം വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നും വേണ്ട, ഞാൻ പാട്ടാന്ന് ഞാൻ പാടാൻ. എനിക്കൊന്നും വേണ്ട. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിനി ചിനി മിനി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക് പൂവരശു പൂത്ത കണക്കണി എഞ്ചുന്ന ചേലനക്ക് നട നട നടക്കണ്ട തീയ മുടി അഴിക്കും നോക്ക് വെളിക്കുന്ന തുള്ളി തുളുമ്പുന്ന ചേല് ചിന്നി ചിന്നി മിനി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക് പൂവരശു പൂത്ത കണക്കണി എഞ്ചുന്ന ചേലനക്ക് നട നട നടക്കണ്ട തീയ മുടി അഴിക്കും നോക്ക് വെളിക്കുന്ന തുള്ളി തുളുമ്പുന്ന
മുടിയാക്കും സൗന്ദര്യ കൊളത്തെയാണ് ഞാൻ മുല്ലപ്പൂവാസനേറ്റുമയും മറികള്ളി കണ്ണി ഉദിക്കാൻ മുക്കിലോടി വരും പൂടംപൊടി പാറിയിട്ടും പുറക്കളി ആടിയിട്ടും നോക്കില്ല നീ എന്നിട്ടും നീ എന്തേ ചിനി ചിനി മിനിത്തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവറുഷു പൂത്ത കണക്കണി എഞ്ചുന്ന ചേലനക്ക് നട നട എണ്ണ നടക്കണ്ട തീയും മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് പൂവമ്മന്റെ ഒളച്ചു വെച്ചൊരു കരിമ്പൂവിലെത്ത പടത്തലവാ വളെടുത്ത് വിഷല ഞാനത് മുടിക്കും പൂവാക്കും അല്ലിമഴ കുളക്കടവിലെ അഴുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും നടുനട പൊട്ടവർ നമ്മളെ കെട്ട് നടപ്പാക്കും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ എന്നിട്ടും നീ എന്തേ ചിന്നി ചിന്നി മിനിത്തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവറുഷു പൂത്ത കണക്കണി എഞ്ചുന്ന ചേലനക്ക് നട നട എണ്ണ നടക്കണ്ട തീയ മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് സൂപ്പർ കൈ തന്നെ കുട്ടിയാണ് കൈ തന്നെ ആ, താരക്കുട്ടി ഞാൻ തമ്പുരാട്ടി താരക്കുട്ടിയാണ് ആ തമ്പുരാട്ടി കുട്ടി താരതമ്പുരാട്ടി തമ്പുരാട്ടി കുട്ടിയെ കണ്ടിട്ട് ഇപ്പോഴും എനിക്ക് ലിറ്റിൽ ഏഞ്ചലായിട്ടാ തോന്നുന്നു അതെ അതെ എപ്പോഴും പ്രൊമോഷൻ കിട്ടിയായിട്ട് തോന്നണില്ല. ഇല്ല ആ ലിറ്റിൽ ഏഞ്ചലായിട്ട് തന്നെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. എനിക്ക് അങ്ങോട്ടൊരു ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? അത് കാരണം കൊണ്ട് എന്താ സംഭവിക്കണമെന്ന് പറയട്ടെ, ആ നമ്മൾ പാട്ട് പാടുമ്പോ മാർക്ക് ഇടാൻ മറന്നു പോണു, നോട്ട് ചെയ്യാൻ മറന്നു പോണു. ഇപ്പോഴും ആ പഴയ ലിറ്റിൽ ഏഞ്ചലാന്ന വിചാരം. അതെ 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 അതെ. അല്ല ഏജൊക്കെ എത്രയേ ഉള്ളൂ, ഏതാണ്ടൊരു ശകലം ഒന്ന് ഒരു 4-5 മാസം മോളെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോടെ ഈസിനെസ് ആണ്. അതായത് അതുപോലെ തന്നെ ടൈമിങ്ങും പെർഫെക്റ്റ് ടൈമിങ്. Yes, yes, yes. ഞാൻ നിന്നതിന് ശേഷം തന്നെ താൻ അതെടുക്കുന്നത്. അതുപോലെ ചിരി, മോഡ് ആക്ഷൻസ്, പാട്ടും ഓഫ് കോഴ്സ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും കമ്പയർ ചെയ്യണമല്ലോ. ആ. കാരണം ഈ വയസ്സിലുള്ള പ്രായവും 14 വയസ്സിലുള്ള പ്രായം തമ്മിൽ കമ്പയർ ചെയ്ത് വേണം നമുക്ക് മാർക്ക് കൊടുക്കാൻ. അതെ അതെ, അപ്പൊ അത് മോള് നന്നായിട്ട് പാടി, ഉഗ്രനായിരുന്നു. ആസനായിട്ട് പാടി. ഒരു ഏതോ ഒരു അക്ഷരം ഒന്നൊന്ന് ഇങ്ങനെ എന്നുള്ള അല്ലാതെ അത് ആ കുട്ടിത്തത്തിന്റെ ഒരു ലക്ഷണമാണ്, അല്ലാതെ വേറൊന്നുമില്ല. അല്ല അതിമനോഹരമായിട്ട് തമ്പുരാട്ടി, അതെ താരത്തമ്പുരാട്ടി താരത്തമ്പുരാട്ടി നമ്മളെയൊക്കെ ഒന്ന് ഗവനിക്കണം കേട്ടോ. നന്നായിട്ട് പാടി മോളെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല നല്ല പാട്ട്, കോറിയോഗ്രാഫി സൂപ്പർ അത് ആയിരുന്നു. ഉഗ്രനായിരുന്നു. ആ പ്രഭുദേവയെ പോലെ വന്ന ആളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ എല്ലാവരും കലക്കി, എല്ലാവർക്കും വലിയ ഓൾ ദ ബെസ്റ്റ്. ഈ താരതമ്പുരാട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? താരതമ്പുരാട്ടി അടിയൻ അമ്പ്ര ഇവിടെ ഇരിക്കുന്നോട് കുഴപ്പമില്ലല്ലോ അല്ലേ? കാരണം തമ്പുരാട്ടിയുടെ മുന്നിൽ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല എന്നറിയാം. നിങ്ങളോട് കൂടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പാടില്ല. പ്രശ്നമില്ല, ഞാൻ താരക്കുട്ടിയാണ്. ഓഹോ താരക്കുട്ടി നല്ല രസമുണ്ട് കേട്ടോ. ആരെങ്ങനെ ഒരുക്കിയത്? ഞാനല്ല തന്നെ ഒരുക്കിയതാ? അല്ല അല്ല, ആ. അത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിലെ ചേട്ടനും ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും എന്നിട്ടും നീ എന്തേ അങ്ങനെയല്ല, പാടി പോലെ കാണിച്ച ഒരു നാണത്തോടെ. എന്നിട്ടും നീ എന്തേ ഇത് ഓവർ നാണോ ആയിപ്പോയി കേട്ടോ. അതെ, ഇത്തിരി കൂടിപ്പോയി എന്ന് മാത്രം. പിന്നെ മറ്റേ കൊഴകൊഴാന്നായി പോയത് എവിടെയാന്നാ പറഞ്ഞേ? ഏതോ ഒരു സ്ഥലം ഞാൻ പറയാം. ഓർക്കുന്നില്ല. പൂവമ്പന്റെ കൊലച്ചു വെച്ചൊരു കരിമ്പ്, അതല്ലേ? അത് പാടിക്ക്. അതിന് മുമ്പോട്ട് നല്ല രസമുണ്ട് അത് കേട്ടാൻ. പൂവമ്മന്റെ കൊലച്ചല്ല, കൊലച്ച് പൂവമ്പന്റെ കൊലച്ചു വച്ചു. അല്ലല്ല, അങ്ങനെ പറഞ്ഞോ? വിളിക്കവരെ, അവരെ ഒലച്ചു വെച്ചെന്ന് പഠിപ്പിച്ചു കൊച്ചിനെ, എന്റെ കൊച്ചിനെ കേട്ടോ. അപ്പൊ ഗ്രൂമേഴ്സിന് അപ്പൊ എനിക്ക് തെറ്റാണല്ലേ? തോന്നിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കൊലച്ചു വെച്ച അത് ഗ്രൂമേഴ്സ് ആണല്ലേ.
തോന്നിയാണ്. പക്ഷെ അമ്മയും പറഞ്ഞു, എല്ലാരും പറഞ്ഞു എന്നെ ഒലച്ചു വെച്ചാലും പൂവമ്മന്റെ ഒലച്ചു, അത് പൂവമ്മന്റെ ഒലച്ചു വെച്ചാലും കേൾക്കുന്നില്ല. എന്തോ ഒരുപോലെ മക്കളെ എന്തായാലും റെക്കോർഡിൽ ചിലപ്പോ സൗണ്ടിങ് വരുമ്പോ അങ്ങനെ കേൾക്കും. പിന്നെ ഗൂഗിളിൽ അവര് വേറെ എഴുതും. അല്ലല്ല, കൊലച്ച് വെച്ച് കരിമ്പ് വില്ല്, അപ്പൊ കൊലച്ച് വെച്ച് തന്നെയാ. പക്ഷെ ഈ പാട്ടിന്റെ ഫസ്റ്റ് തന്നെ ശ്രദ്ധിച്ചോ, ശരിക്കും നമ്മൾ പാടുമ്പോ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്നാ. പക്ഷെ ഇതിനകത്ത് പാടുമ്പോഴത്തേക്ക് പാടിയേക്കുന്ന തിളങ്ങണ, അങ്ങനെ മലയാളത്തിന്റെ ആ ഒരു കൊളോക്കിയൽ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി ഒരു കണ്ണൂർ സ്ലാങ് ഒക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കറക്റ്റ് മലയാളത്തിന്റെ അക്ഷരസ്ഫുടത. അതെ അതെ. കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അത് അങ്ങനെയാണ് കേട്ടേക്കുന്നതിൽ കുറച്ചിങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ തിരിച്ചെടുത്തു. അപ്പൊ ഞാനും തിരിച്ചെടുത്തു. അപ്പൊ കൊഴകൊഴാനായില്ല. കൊഴകൊഴാനായിട്ടുണ്ട്. വേറെ റിഹേഴ്സലിന്റെ സമയത്ത് എന്നോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇല്ലടാ, ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു റിഹേഴ്സലിന്റെ സമയത്ത്. എന്നാ പിന്നെ ഇത് കാണിക്കും ലാസ്റ്റ്. നോക്ക് വെള്ളിക്കിണ്ണം എല്ലാവർക്കും അതൊന്ന് പറഞ്ഞു ഒരു നോക്ക് നോക്ക്. അത് റിമിക്ക്. അപ്പൊ ഇനി മധുവിന് എന്തുവാ? എനിക്കൊന്നുമില്ലേ? നോക്ക്. അതാണ് എനിക്ക്. ബാക്കി ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ എല്ലാരോടും അത് പാട്. നോക്ക് വെള്ളിക്കിണ്ണം. നോക്ക് കഴിഞ്ഞിട്ടുള്ള പാട്. ചെവി കാണിക്കണം. പിന്നെ പറയാൻ പറ്റാ കാര്യമുണ്ട്. പറഞ്ഞു. എല്ലാം കേട്ടൂടെ? അതാ മൈക്ക കുടിക്കുന്നത്. അയ്യോ മോളെ, അതും മൈക്കാ. എന്താ ഏത് പറയാൻ? എല്ലാവർക്കും 2000 മില്യൺ എനിക്ക് ഇഷ്ടമുണ്ട്. എല്ലാരോടും ഇഷ്ടമുണ്ട്. അത് ചോദിക്കല്ലേന്ന്, ഓരോരുത്തരുടെ ഇഷ്ടമാണോ എന്ന് ചോദിക്കല്ലേന്ന്. താങ്ക് യു തമ്പുരാട്ടി. ഇഷ്ടമാണ് 2000 മില്യൺ. അതായിക്കോട്ടെ, പക്ഷെ ഡെയിൻ ചേട്ടനോട് ഇത് എങ്ങനെയാ പറയുന്നത്? ഈ 2000-നെ മില്യൺ അതെങ്ങനെ പറയുന്നെന്നാ അവള് ചോദിച്ചല്ലേ? അല്ല, പിന്നെ നമുക്ക് എണ്ണാൻ പറ്റാത്തത് ഇൻഫിനിറ്റ് ഇഷ്ടാണ്. ഉണ്ട്. എന്നാലും ഇതൊന്ന് പറ. നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുള്ളും, അതൊക്കെ കേക്കാനാ ഒന്നും കൂടെ. നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. അടിപൊളി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ഇപ്പോഴും ആ പഴയ ലിറ്റിൽ ഏഞ്ചലാണെന്നാണ് എന്റെ ധാരണ. കുട്ടി വലുതായത് അറിഞ്ഞില്ല. വലുതായത് അറിഞ്ഞില്ല. അതെ. അപ്പൊ അന്ന് വന്നതില്ല ഇങ്ങോട്ടേക്ക്. എന്നാലും ഇപ്പൊ എപ്പോഴും കാണുമ്പോഴും മറന്നു പോവാ. എന്തായാലും റിഹേഴ്സലിന്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അല്ലേ? എന്തായാലും കൊള്ളാട്ടം. അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. നല്ല നല്ല എന്താ പറയാ, കോൺഫിഡൻസോട് കൂടി ആ കറക്റ്റ് ടൈമിൽ BG കഴിഞ്ഞിട്ട് തുടങ്ങേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് തുടങ്ങി, കറക്റ്റ് ടെമ്പോയിൽ പോയി, എല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്തും കൂടി അഴകൊടാന്ന് പാടി. വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും. വാർമുകിലോടി വരും. അത് 4 ലൈൻ എങ്ങനെയാ? വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി. വാറവിടെ പോയി. അത് വായിക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കിട്ടാൻ. ഞാൻ ഇറ് കേട്ടില്ല. ഞാൻ പിന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങനെ വരുന്ന വായിക്കും. ഒന്നും കിട്ടുന്നില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയാൻ പറ്റുന്നില്ലേ? വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പൊ ഇതൊന്നും ആണോ? അപ്പൊ ഇതൊന്നുകൂടി പറഞ്ഞേക്കാട്ടെ. വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി എവിടെ വാർന്ന് പറഞ്ഞു. വാർമുകിലോടി. പിന്നെ ഒരുമിച്ച് പാടിക്കോ. വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും. വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു, വേറൊന്നുമില്ല. അടിപൊളിയായിട്ട് പാടി. നല്ല ഡ്രസ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു നായകനും നായികയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവര് തമ്മിൽ ഇതൊന്ന് ഡ്യുവറ്റ് പാടി അഭിനയിച്ച് കാണണം എന്നൊരാഗ്രഹം. കാരണം ഡെയിന് ടാലന്റ് നമുക്കൊന്ന് പുറത്തെടുക്കണം. അതെ, യൂസ് ചെയ്യുന്നില്ല അങ്ങനെ എല്ലാരും പറയണു. ഡെയിന്റെ ഇതൊന്ന് അഭിനയിക്കണം. ഡെയിനും താരക്കുട്ടിയോ? താരക്കുട്ടിയും കൂടെ. ചിനി ചിനി മിനി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കടി എഞ്ചുന്ന ചേലനക്ക്, നട നട നടക്കണ്ട തീയ മുടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി
ഡെയ്നെ ആ സൂപ്പർ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. കാരണം ഈ കൊച്ചു പിള്ളേരോട് നമുക്ക് ആക്ഷൻ കാണിക്കാൻ വലിയ പാടാ. അതാ മുട്ടുകുത്തിയത് ഹൈ ലെവൽ Down to earth ആയത്. അപ്പൊ താരക്കുട്ടി, ആ so we are giving you 99 out of 100. ആദ്യ ഒരു തമ്പുരാട്ടി പൂക്കുറ്റി. എന്നാ ടാറ്റ, ഹൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. മീനുട്ടി, എന്തോ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ക്യാരക്ടർ റൗണ്ട് പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് എന്ത്? ഓഡിയൻസ് ചോയ്സ്. അതാ, അപ്പൊ ഓഡിയൻസ് ചോയ്സിലാണ് ഇനി അടുത്ത ആള് വരുന്നത്. നമുക്ക് ആര് വിളിക്കാം? ആർജിത കുട്ടീനെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ആർജിത് കുട്ടി ഓൺ സ്റ്റേജ്. ആജു, എന്തോ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ ഇന്ന് രാക്കോലം വന്നതാണ്. അടിപൊളി. അത് എന്റെ സൂര്യപുത്രി. എന്റെ എന്റെ സൂര്യപുത്രി. സൂര്യപുത്രി. ആ very good. പെട്ടെന്ന് അമലെ ഓർമ്മ വരും. അതെ അതെ ആ മധുരയാടി വന്നിട്ട് രാക്കോലം അതെ, അതെ, അതെ. വന്നതാണേ. പ്രത്യേകിച്ച് ആ സമയത്ത് അങ്ങനത്തെ പാട്ടുകളൊക്കെ വളരെ അല്ലെ കുറവ്. ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എല്ലാവരുടെയും ഒരു ഡ്രീം എന്താ പറയാ, അമല, നദിയ മൊയ്തു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു പല പെൺകുട്ടികളും അങ്ങനെ bubbly, അല്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അമലെ പോലെ ആയിരുന്നെങ്കിൽ. ആ സ്മാർട്ട്നെസ് അതെ കണ്ടിട്ട് അതെ. അങ്ങനെയുള്ള ആരെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ മത്സരം? അത് അങ്ങനെ ആരെയും പരിചയം അല്ല കുറെ പേരെ പരിചയം ലിസ്റ്റ് എടുക്കാൻ പ്രയാസമാണ്. ഒരുപാട് പേരെ പരിചയമുണ്ട്. മക്കളെ, ഈ പാട്ട് ഗാനമേളക്കാർ ദാഹിച്ചിരുന്ന ഒരു പാട്ടാണ് ആ സമയത്ത്. കാരണം ഒരു പ്രോഗ്രാമിന് ഒരു ഫാസ്റ്റ് നമ്പർ ഒരു ഫീമെയിൽ സിംഗറിന് വേണമല്ലോ. അപ്പൊ അവരെപ്പോഴും തുടങ്ങുമ്പം മൗന സരോവര ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഇതിന്റെ ഒരു വരവ്. അതെ. രാക്കോലം. അപ്പോഴത്തേക്ക് എല്ലാരും കൈയടിയും ബഹളമൊക്കെ. അങ്ങനെ ഒരു ഹിറ്റ് സോങ് ആണ് മോള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പോകുന്നത്. അവരാഗ്രഹപ്പെട്ടതും അതേ സോങ് ആണ്, ഒരു ഹിറ്റ് സോങ്. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു.
മിനുട്ടി തീർന്നു സമയം കഴിഞ്ഞു. അപ്പൊ ദാ പ്രേക്ഷകർ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മത്സരങ്ങളൊക്കെ നാളെ തുടരും. പേടിക്കണ്ട, ഇന്നത്തെ സമയം കഴിഞ്ഞു. പിന്നെ വരും. അപ്പൊ ദാ ഇന്നത്തേക്ക് നമ്മൾ താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. അപ്പൊ നമ്മൾ നാളെ ഇതേ സമയത്ത് തിരിച്ചെത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.